പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ രണ്ട് മാതൃകാ ദമ്പതികളുണ്ട്. 65 വർഷം മുമ്പ് അവർ ഒരുമിച്ച് യാത്ര ആരംഭിച്ചതാണ്. ഇപ്പോൾ 89 വയസ്സും 86 വയസ്സുമുള്ള രണ്ട് മാതാപിതാക്കൾ. അവരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വിശേഷങ്ങൾ. നിങ്ങളുടെ ഈ 65 വർഷത്തെ വിവാഹ ജീവിതത്തിൽ എങ്ങനെ തോന്നുന്നു? പുറകോട്ട് നോക്കുമ്പോൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ട്. അതായത് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമുള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ എൻ്റെ വരുമാനവും പിന്നെ കുടുംബത്തിലെ കുറച്ച് വരുമാനവും രണ്ടും കൂടെ ചേർത്താണ് കുടുംബമൊക്കെ നടന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ മാറി മാറിയൊക്കെ താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ചിലവായി പോയിട്ട് ബാക്കിയല്ലേ വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന മറ്റു കാര്യങ്ങളിലോ ദൈവാനുഗ്രഹം കൊണ്ട് അധികം രോഗങ്ങളും ചികിത്സയും വേണ്ടി വന്നില്ല. അതുകൊണ്ട് സാമാന്യം സുഖമായിട്ട് തന്നെ നടന്നു പോന്നു. മേപ്പോട്ട് വന്നോ അപ്പോഴത്തേക്കും പിള്ളേരും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് മൂത്ത മോന് വെളിയിൽ ജോലിക്ക് പോയി. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിന് 2-3 പേര് അവർ ജോലിക്കാരൊക്കെ ആയിരുന്നു. അതോടെ കുടുംബത്തിൽ വലിയ അലട്ടുണ്ടായിരുന്നതൊക്കെ അങ്ങ് മാറി. നിങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മയും സ്നേഹവും എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പരസ്പരം യോജിച്ചും സഹകരിച്ചും എങ്ങനെയായിരുന്നു പോയിരുന്നത്? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ സാധാരണ ഇങ്ങനെ വഴക്ക് പിടിക്കുന്ന കുടുംബമല്ല. പുള്ളിക്കാരൻ എന്നതിലും പറഞ്ഞ ഞാൻ ദേഷ്യപ്പെട്ട പറയുന്നെങ്കിൽ ഞാനൊന്നും മിണ്ടത്തില്ല. മിണ്ടുമ്പോഴല്ലേ വഴക്കുണ്ടാകുന്നത്. അക്ഷരവും മിണ്ടുകയില്ല, കേട്ടിരിക്കുകയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ രഹസ്യം എന്താണ്? നിങ്ങളുടെ സമാധാന സന്തോഷം? സഹിച്ച് ക്ഷമിച്ച്. ഞാൻ ഇടയ്ക്ക് ഇത്തിരി ചൂടനായി പോയെങ്കിലും അവള് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു ദേഷ്യം വന്ന് ഒരു വാക്ക് പറഞ്ഞു, 2 വാക്ക് പറഞ്ഞു, തിരിച്ച് മറുപടി ഇല്ലെങ്കിൽ ദേഷ്യം തീർന്നു. നമുക്കൊന്നും പിന്നെ അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ. ഒരിക്കൽ പോലും അന്യായമായൊരു പെരുമാറ്റം ഞങ്ങൾക്ക് ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ മക്കൾ തമ്മിൽ നല്ല സ്നേഹവും കൂട്ടായ്മയും ഉണ്ടല്ലോ. അതെങ്ങനെ നിങ്ങൾക്കത് സാധിച്ചു അവരെ ഒരുമിച്ച് നിർത്താൻ? ഞാനന്നേരം ഇങ്ങനെ മൂത്തവനോട് പറയും, ചേട്ടൻ പറയുന്ന സംഗതികളൊക്കെ നീ ഇളയതല്ലേ, നീ കേട്ടോണമെന്ന്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോൾ മക്കളിൽ നിന്ന് നല്ല ഒരു സപ്പോർട്ടും നല്ല ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നത്? ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് ഊണ്, പിള്ളേരെ വാ എന്നാണ് എൻ്റെ മക്കൾ ഞങ്ങളെ വിളിക്കുന്നത്. അല്ലെ, ഊണ് കഴിക്കാനായിട്ട് വരാനായിട്ട് അത്ര ആ ഒരു രീതിയിലാണ് അങ്ങനെയാവും വിളിക്കുന്നത്. പിള്ളേരെ വാ എന്ന് പറയും. അപ്പം അവൻ്റെ പിള്ളേർ ഇവിടെ ഇല്ലല്ലോ, അവർ 2 പേരും വെളിയില്ല. അപ്പം ഞങ്ങളായിപ്പോൾ ഇവിടെ പിള്ളേരായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ അവർ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതാണ് ഒത്തിരി സന്തോഷം, അത് നല്ല അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ വാക്കുകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഒത്തിരി സന്തോഷം കേട്ടോ. നന്ദി.